ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എവിടെ നോക്കിയാലും റിയൽ മാഡറിൻ്റെ ട്രോൾസാണ് ഗായ്സ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും യൂട്യൂബിലേക്ക് നിറഞ്ഞാടിക്കൊണ്ടിരിക്കുകയാണ്. ബാഴ്സലോണ ഫാൻസിനെ ആർമാദിക്കാനുള്ള ഒരു മൂമെൻറ്റ്സ് തന്നെയാണ് എല്ലാം നമ്മൾ സമ്മതിക്കുന്നു. എല്ലാ ട്രോൾസുകളും നമ്മൾ വളരെ സന്തോഷപൂർവ്വം വെൽക്കം ചെയ്യുന്നു. അതുപോലെ ബിക്കോസ് ഇത് നമ്മൾ ഡിസേർവ്ഡ് ആയിരുന്നു. ഈ ഒരു മത്സരത്തിലേക്ക് വരുന്ന സമയം എടുത്ത് പറയാൻ വേണ്ടിയിട്ട് എനിക്ക് ആ എംബാപ്പയുടെ ആ ഒരു ഗോൾ മാത്രമേ എനിക്ക് പേഴ്സണലി എനിക്കൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. റോഡ്രിഗയുടെ ആ ഒരു ഗോളൊക്കെ ഓക്കെയാണ്, പക്ഷെ അതിന് ശേഷം കാർലോയുടെ ആ ഒരു ടാറ്റിക്സും ഫ്ലിക്കിൻ്റെ ആ ഒരു ടാറ്റിക്സും തമ്മിൽ ഞാൻ കമ്പയർ ചെയ്യുന്നത്. ഓൾറെഡി ഷെസ്നിക്ക് റെഡ് കാർഡ് കിട്ടി, അതും ഗോൾ കീപ്പറാണ് പോകുന്നത്. നമുക്ക് അത് പോയതിന് ശേഷം യമാലിനെ സബ് ചെയ്യുമ്പോൾ ഞാൻ നോർമലി തിങ്ക് ചെയ്തത് ഒരു സെൻറ്റർ ബാക്ക് പൊസിഷനിൽ കളിക്കുന്ന ഏതെങ്കിലും ഒരു പ്ലെയർ ആയിരിക്കും, അല്ലെങ്കിൽ ഡിഫെൻസീവ്ലി ഫോക്കസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു പ്ലെയറിനെ ആയിരിക്കും പിച്ചിലേക്ക് അയക്കുക എന്നാണ് ഞാൻ വെയിറ്റ് ചെയ്തിരുന്നത്. പക്ഷേ അവിടെയാണ് ടോട്ടലി മെൻ്റലി ഒരു മെൻ്റൽ ഗെയിം എനിക്ക് കാണാൻ വേണ്ടി സാധിച്ചത്. കാരണം ഡാനിയൽ ഒൽമോ എന്ന അറ്റാക്കിംഗ് മിഡ്ഫീൽഡറെ ആണ് പിച്ചിലേക്ക് ഫ്ലിക്ക് അയക്കുന്നത്. പക്ഷെ അതിനുശേഷം ഫ്ലിക്ക് ഒരിക്കലും അറ്റാക്ക് മിഡ്ഫീൽഡർ റോളിലല്ല ഫോക്കസ് ചെയ്ത് കളിച്ചിട്ടുണ്ടായിരുന്നത്. അവർക്ക് അങ്ങനെ അതായത് ആ റെഡ് കാർഡ് കിട്ടിയതിന് ശേഷം ബാഴ്സലോണ വലിയ രീതിയിലുള്ള അറ്റാക്കിങ്ങളോ കാര്യങ്ങളോ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അവിടെയാണ് ഫ്ലിക്കിൻ്റെ ആ ഒരു ടാക്ടിക്സ് 100% വർക്കായി എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷെ ഇതുപോലുള്ള ഒരു ഓപ്ഷൻ കിട്ടിയിട്ട് എന്തുകൊണ്ടാണ് ഒരു അറ്റാക്കിംഗ് മെൻറ്റാലിറ്റിയിലേക്ക് കാർലോ പോകാതിരുന്നത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇനിയിപ്പോൾ നമ്മൾ സംസാരിച്ച് യാതൊരു കാര്യമില്ല. ഓൾറെഡി കപ്പ് കയ്യിൽ നിന്ന് പോയി എന്നുവെച്ച് നിങ്ങളിനിപ്പോൾ പറയുമോ സൂപ്പർ കോപ്പ വലിയ ചെറുതാണ് വലുതാണെന്നൊക്കെ ഒരു ട്രോൾസും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അതല്ല, നമ്മളെല്ലാം അംഗീകരിക്കുന്നു, അക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷേ ഇനി റിയൽ മാഡ്രിഡിനെ സംബന്ധിച്ചിടത്തോളം ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ് എന്നുള്ള കാര്യം തിങ്ക് ചെയ്യുക. ഇനി നമ്മുടെ കയ്യിലുള്ളത് ആകെ ഒരു ചാമ്പ്യൻസ് ലീഗും അതുപോലെ ലാലിഗയും മാത്രമാണ്. ഒന്നും മാക്സിമം ട്രൈ ചെയ്താൽ ലാലിഗ ചാമ്പ്യൻസ് ലീഗിലത് നമുക്ക് കൺഫേം ചെയ്ത് പറയാൻ വേണ്ടി സാധിക്കില്ല. പക്ഷേ ലാലിഗ വെറും 2 പോയിൻറ്റ് ഡിഫറൻസിന് മാത്രമാണ് നമ്മൾ 2ാം സ്ഥാനത്ത് തുടരുന്നത്. ഇനി എഗെയിൻ ഈ ഒരു മെൻറ്റാലിറ്റി വെച്ചിട്ട് തന്നെ ഈ ഒരു പ്ലേയേഴ്സിനെ വെച്ചിട്ട് തന്നെ പഴയ ആ ഒരു സിസ്റ്റത്തിൽ തന്നെ പോവുകയാണ് ചെയ്യാൻ പോകുന്നെങ്കിൽ എന്തായാലും ഈ ഒരു സീസണിൽ യാതൊരുവിധ റിസൾട്ടോ കാര്യങ്ങളോ ഒരു ട്രോഫിലെസ് സീസണായിട്ട് പോകാനുള്ള എല്ലാ സിറ്റുവേഷനും ഉണ്ടാവും എന്നാണ് എനിക്ക് പേഴ്സണലി പറയാനുള്ളത്. ഇപ്പോൾ പുതിയ പ്ലേയേഴ്സിനെ സൈൻ ചെയ്യുന്നില്ലെങ്കിലും ഉള്ള പ്ലേയേഴ്സിനെ വെച്ചിട്ടൊന്ന് ട്രൈ ചെയ്യുന്നതുകൊണ്ട് വേറൊന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ല. ഞാൻ പറയാം, മെൻഡിക്ക് പകരം എറിക് ഗാർഷ്യനെ തന്നെ ഒന്ന് ആദ്യ ലെവലിൽ ട്രൈ ചെയ്ത് നോക്കുക. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ളൊരു കളിക്കാരനായിട്ട് തന്നെയാണ് എനിക്ക് മെൻഡിനേക്കാൾ ബെറ്റർ ആയിട്ട് തന്നെയാണ് എനിക്ക് ഇപ്പം നിലവിൽ പറയാനുള്ളത്. ഇതുവരെയുള്ള ഒരു മാച്ചസ് അല്ല. ഇന്നലെ ഒന്നും മെൻഡി എന്തിനാണ് ഗ്രൗണ്ടിൽ ഉണ്ടോ എന്ന് വരെ നോക്കേണ്ട ഒരുപാട് അവസ്ഥയായിരുന്നു. മെൻഡിയുടെ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. ഡിഫെൻസീവ് ഒന്നും ഫ്രണ്ടിലേക്ക് പോവുക, ബാക്ക് പാസ് കൊടുക്കുക എന്നല്ലാണ്ട് ഒരു തേങ്ങയും ചെയ്യാൻ വേണ്ടി മെൻഡിനെ കൊണ്ട് സാധിക്കുന്നില്ല. ചൗമിനിനെ ഞാൻ ഒരിക്കലും നെഗറ്റീവ് പറയാൻ ആഗ്രഹിക്കുന്നില്ല. പുള്ളിക്കാരൻ്റെ പൊസിഷൻ അതല്ല. അതുപോലെ വാസ്കസ് എനിക്ക് തോന്നുന്നില്ല കാർലോ ആയിട്ട് ചേഞ്ച് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് വാസ്കസ് ആയിട്ട് തന്നെ മനസ്സിലാക്കി വാസ്കസ് തന്നെ അവിടെ നിന്ന് അത് മാറിക്കൊടുക്കുന്നതായിരിക്കും ഇതുവരെയുള്ള മാഡ്രിഡ് കരിയറിൽ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള കാര്യം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ വേറൊരു കാര്യം, ഒരു സെൻട്രൽ മിഡ്ഫീൽഡർ റോൾ ഫെഡെ വാൽവേർഡെനെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിൽ പണിയെടുക്കേണ്ടി വരുന്നുണ്ട്. പട്ടിപ്പണിയാണ് ഫെഡെ വാൽവേർഡനെ കുറിച്ച് പറയാനും. ഒന്നും ചെയ്യാം, കാരണം ഗോൾ സ്കോർ ചെയ്യാനും വേണ്ടി സാധിക്കുന്നില്ല. അതുപോലെ ഡിഫെൻസീവിലും ഫോക്കസ് ചെയ്യണം. ഒരു പ്ലെയറിനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിലൊരു ലിമിറ്റേഷൻ ഉണ്ട്. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഒന്നുകിൽ ഒരു പ്രോപ്പർ പൊസിഷൻ കൊടുക്കുക, ആ ഒരു പൊസിഷനിൽ മാത്രം ഫോക്കസ് ചെയ്യിപ്പിക്കുക. ഇപ്പോൾ ബെല്ലിംഗ്ഹാമിനൊക്കെ സംഭവിച്ചത് അതാണ്. അത് ഗോൾ സ്കോർ ചെയ്യുമ്പോഴോ അതുപോലെ മിഡ്ഫീൽഡും കൺട്രോൾ ചെയ്യണം, അറ്റാക്കിംഗ് മിഡ്ഫീൽഡിനും എത്തണം, അതുപോലെ ഡിഫെൻസിലേക്കും ഇറങ്ങി വരണം എന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല. കുറച്ച് ഒരു 3-4 മാസം മുന്നേ ബെല്ലിംഗ്ഹാമിനെതിരെ ഒരുപാട് ട്രോൾസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എത്രയോ മാച്ചസ് ആയിട്ട് ഗോൾ സ്കോർ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട്. ഒരിക്കലും
ബെല്ലിങ്ങാം സ്കോർ ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് അതിനെക്കുറിച്ച് നെഗറ്റീവ് പറയേണ്ട ഒരു ആവശ്യമില്ല. ബെല്ലിങ്ങാമിൻ്റെ റോൾ എന്താണെന്ന് വെച്ചാൽ ഗോൾ സ്കോർ ചെയ്യുക എന്നുള്ളതല്ല ബെല്ലിങ്ങാമിൻ്റെ റോൾ. അത് മാഡ്രിഡിൽ വന്നതിന് ശേഷമാണ് പുള്ളി ഈ ഒരു പൊസിഷനിലേക്ക് തന്നെ കളിക്കുന്നത്. പക്ഷെ ഇന്നലത്തെ ആ ഒരു ഗെയിം പ്ലേയിൽ ഞാൻ ഒരിക്കലും സാറ്റിസ്ഫൈഡ് അല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒന്നും ചെയ്യാൻ വേണ്ടി സാധിക്കുന്നില്ല. അവർ ഇത്രയും കൂളായിട്ട് ഗോൾ അടിച്ച് പോകുന്നത് നോക്കി നിൽക്കുക എന്നല്ലാതെ എന്തെങ്കിലുമൊക്കെ ചെയ്തെന്ന് എനിക്ക് പറയാനുള്ളത് ആ ഒരു ഫെഡയും റുഡിഗറും മാത്രമാണ്. പിന്നെ കോട്ടുവേനയും കുറ്റം പറയാൻ സാധിക്കില്ല. ഇതുപോലെ പൊട്ടൻ ഡിഫൻസും വെച്ചിട്ട് ചങ്ങായി എന്ത് ചെയ്യാനാ. റുഡിഗർ പറ്റുന്നതിൻ്റെ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. റുഡിഗറിൻ്റെ ആ ഒരു പെർഫോമൻസ് തന്നെ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. പക്ഷേ ബാക്കിലുള്ള ഈ 2 പൊട്ടന്മാരെ വെച്ചിട്ട് എന്ത് ചെയ്യും ഒന്നും അത്രയും ഈസി ആയിട്ടാണ് ആ ഒരു ഗോൾ കണ്ട്. 2 സെൻറ്റർ ബാക്കും ഓപ്പൺ ചാൻസിലല്ല ആദ്യം ഗോൾ വരുന്നത് യമാൽ അടിക്കുന്നത്. എന്നിട്ട് പോലും ഒന്നും ചെയ്യാൻ വേണ്ടി സാധിക്കാൻ പറ്റാത്ത ഒരു ഡിഫൻസ് വെച്ചിട്ട് ഒരിക്കലും കോർട്ടുവേനെ ഒരിക്കലും ഡീഗ്രേഡ് ചെയ്യാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. ഒരു പുതിയ സൈനിങ് വന്നില്ലേ എനിക്ക് തോന്നുന്നില്ല. ലീഗിൽ പിന്നെ എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്താൽ ചിലപ്പോൾ സക്സസ് ആയി പോകുമെന്ന് വിചാരിക്കാം. പക്ഷേ ചാമ്പ്യൻസ് ലീഗിൽ ഈ ഒരു സ്ക്വാഡ് വെച്ചിട്ട് എനിക്ക് യാതൊരുവിധ പ്രതീക്ഷയില്ല. ചാമ്പ്യൻസ് ലീഗിൽ ഒരു സെമി വരെ എത്തുമെങ്കിലും പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ ഗൈസ്, ഇതൊക്കെയാണ് എനിക്ക് ഒരു വീഡിയോയിൽ പറയാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം.